നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ഓലപ്പീടിക എളാപ്പപ്പടി തണൽമരം ഫൗണ്ടേഷൻ ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഡിവൈഎസ്പി പി പ്രമോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ സ്ത്രീയുടെ മാല ഒരുത്തം പൊട്ടിച്ചുപോയി. ആ സ്ത്രീ സകല ധൈര്യവും ദൈവങ്ങളും ധ്യാനിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ തന്നെ ഏറ്റെടുത്തോണ്ട് ഇവിടുത്തെ പോലീസ് പിന്നെ മതി. പിന്നെ പോലീസ് കുറച്ച് സമയമെടുക്കും. ആ സ്ത്രീ എന്നെ ഓടിപ്പിടിച്ചു. പിന്നെ സിനിമയായിട്ട് വന്നിട്ട് നിങ്ങൾ എത്ര പേര് കണ്ടു എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു അവസരമാണ്. അവസരങ്ങൾ ഏതുപോലെയെന്ന് പറയുന്നത് ഇപ്പം എന്തൊരു അവസരമാണ്. തണൽമരം ഒക്കെ ഒരു വേദി ഒരുക്കി കുറച്ചുകൂടി ഇരുന്നു. പക്ഷേ അതൊരു അവസരമാണ്. എന്ത് നമുക്ക് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക. ഒരു പക്ഷേ ഇനി ലഹരിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ആരെയും ലഹരി കൊണ്ടുവരും അല്ലേ? പോലീസിനെ വിളിച്ചു പറയും, സാറേ അന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളെന്നതിൻ്റെ ആളാണല്ലോ, സാറെന്താ അടങ്ങിയിരിക്കുന്നത്, സാറും അതിൻ്റെ പങ്ക് വയ്ക്കുകയോ? ഓക്കെ, അപ്പോൾ ഓടി വന്ന് അന്വേഷിക്കുക. അപ്പോൾ ഈ ആൾ പറയണോ അല്ലെങ്കിൽ നിങ്ങൾ പറയണോ, അതായത് ശരിക്കും അന്വേഷിക്കണോ, ഇത് എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്താണ്. അപ്പോൾ നമ്മൾ നിയമം പഠിക്കണ്ടേ? അല്ലാതെ അയ്യോ ഇത് എനിക്ക് ദൈവം വിധിച്ചതാണ്, ഞാൻ കുറച്ച് നേരം ജയിലിൽ പോയി കിടക്കാം, ദൈവം അപ്പം അങ്ങനെ ദൈവം വിധിക്കുമോ? ദൈവരാധികളെ ശിക്ഷിക്കുമോ? അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു ദുർബല നിമിഷം, ഒരു ആപത്ത് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ലഹരി ഉപയോഗിച്ച ഒരാൾ അതിക്രമിച്ച് കയറി, നിങ്ങളെ അയാളെ എങ്ങനെ കീഴ്പ്പെടുത്തും? അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു അപ്പോൾ പോലീസ് വന്നിട്ട് ഇയാളെ നിങ്ങളെക്കുറിച്ച് കുറേ കുറ്റം പറയുകയാണ്, യഥാർത്ഥത്തിൽ എന്നെ തല്ലിയത് ഇയാളാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പരസ്പരം അറിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. മുസ്തഫ കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ യുദ്ധം തുടങ്ങേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും അതിനുവേണ്ട എല്ലാ സഹായവും സർക്കാരിൽ നിന്നും പോലീസിൽ നിന്നും ഉണ്ടാകുമെന്നും ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിനെ അറിയിക്കേണ്ടതിന് എല്ലാവർക്കും പോലീസിനെ ബന്ധപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ എം അനിൽകുമാർ, ഒ രാജൻ, എ കെ സിറാജ്, അബൂബക്കർ തിരൂർ തുടങ്ങിയവർ സംസാരിച്ചു. എ പി സുബ്രഹ്മണ്യൻ സ്വാഗതവും എം മുസ്തഫ നന്ദിയും പറഞ്ഞു. ടിവി ന്യൂസ്, താനൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.